കുറേ ദിവസമായിട്ട് മോളൊരു പാസ്ത ചോദിച്ചുകൊണ്ട് പുറകെ നടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വൈറലായിരുന്ന സ്റ്റീംഡ് പാസ്ത, ചിക്കൻ സ്റ്റീംഡ് പാസ്ത ഉണ്ടാക്കിയാലോ? അപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ ഇഡ്ഡലി മേക്കറിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീറ്റ് പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ തട്ടിലായിട്ട് ഒന്നെങ്കിൽ ഇഡ്ഡലി തട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുത്തുകുത്തുള്ള പാത്രം വെക്കാം. എന്നിട്ട് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി അതുകൊണ്ടാണ് 2 തക്കാളി എടുക്കുന്നത്. അതൊന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ഉള്ളിൽ പുഴുവൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുത്ത് വെക്കാം. പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്തത്, ഒരു 7-8 വെളുത്തുള്ളി, ഒരു കൈപ്പിടിയോളം കാഷ്നട്ട്, അല്ലെങ്കിൽ ഒരു 10 തൊട്ട് 12 കാഷ്നട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് തന്നെ ഏകദേശം 10 തൊട്ട് 12 മുളക് എടുത്തിട്ടുണ്ട്. പക്ഷെ വലിയ മുളകാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ചിക്കൻ 250 ഗ്രാമാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഉപ്പും മുളകും മഞ്ഞളും മാരിനേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് 15 to 20 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അഥവാ ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ പാസ്തയും ചിക്കനും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാസ്ത വേവിച്ച വെള്ളം നമ്മൾ കളയുന്നില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗം, അതായത് ഒരു പകുതിയെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ വേവിച്ച് വെച്ചേക്കുന്ന ഐറ്റംസിൽ ചിക്കൻ മാത്രം ഒന്ന് മാറ്റിയിട്ട് ബാക്കി എല്ലാ ഐറ്റംസും ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. തക്കാളിയുടെ തൊലി കളഞ്ഞിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് ബട്ടർ ഒഴിച്ചു കൊടുക്കാം, ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പും കൂടി, അതല്ലെങ്കിൽ സോസ്, ഇത് ചേർത്തതിന് ശേഷം അധികമായിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്തയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ജാറിൽ ആ ഒരു സോസ് ഉണ്ടാക്കിയ ആ ഒരു ജാറുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് കുലുക്കിയെടുത്ത് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാട്ടർ ആക്കി എടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ആക്കി എടുക്കുന്നില്ല, തിക്കായിട്ട് തന്നെയാണ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മൾ ചീസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ലാസ്റ്റിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഓപ്ഷനിലാണ്, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചീസും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈ പാസ്റ്റയുടെ ഫ്ലേവറൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി പാസ്ത റെഡിയാണ്. ഇത് ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റാണ്. അത്യാവശ്യം സ്പൈസായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ എരിവ് കുറയ്ക്കാം. ഇനി നമുക്ക് മോൾ എന്താ പറയുന്നത് കേട്ട് നോക്കിയാലോ. കണ്ടല്ലോ, അവൾക്ക് എന്ത് ഫുഡ് ഇഷ്ടപ്പെട്ടാലും ആദ്യം വരുന്ന എക്സ്പ്രഷനാണ്. വേർഡ്സ് ഭയങ്കര കുറവാണ് അവൾക്ക് വരുന്നത്. ആദ്യം എക്സ്പ്രഷൻസേ വരാറുള്ളൂ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ വീണ്ടും പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത് ഹെൽത്തിയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടാറ്റാ.